ഹായ് ഫ്രണ്ട്സ്, മീ4ഇ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റേഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കൈമാറുന്നത്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് 5 ലക്ഷം ഗുണഭോക്താക്കൾക്ക് അടുത്ത മാസം മുതൽ റേഷൻ മുടങ്ങും. അന്ത്യോദയ, അന്യോജന, മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ റേഷൻ മസ്റ്ററിംഗ് സമയപരിധി അവസാനിച്ചപ്പോൾ 77.34% പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. ബയോമെട്രിക് സംവിധാനം പലയിടങ്ങളിലും പരാജയപ്പെട്ടതോടെ അടുത്ത മാസം മുതൽ റേഷൻ വിഹിതം കുറയുമോ എന്ന ആശങ്കയിലാണ് കാർഡ് ഉടമകൾ. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ മസ്റ്ററിംഗ് നടക്കാത്ത 5 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് അടുത്ത മാസം മുതൽ റേഷൻ മുടങ്ങും. ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെന്നും അത് എങ്ങനെ അറിയാമെന്നും ഈ വീഡിയോയിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആധാർ പുതുക്കാത്തവർക്കും റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേരുകളിൽ പൊരുത്തക്കേടുകൾ ഉള്ളവർക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ അവധി ദിവസങ്ങളിലും പ്രവൃത്തി ദിവസങ്ങളിലും അധിക സമയം അനുവദിച്ചുമാണ് മസ്റ്ററിംഗ് നടത്തിയത്. ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് അനുവദിച്ചിട്ടുള്ള തീയതി ഈ മാസം 30-ന് അവസാനിക്കുന്നതിനെ തുടർന്നാണ് ഈ നടപടി. 3 മാസം സാവകാശം നൽകുമ്പോൾ റേഷനിംഗ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പ്രത്യേകം അറിയിപ്പ് നൽകുകയും ചെയ്യും. തുടർന്ന് നോട്ടീസ് നൽകിയതിനു ശേഷം ആയിരിക്കും അംഗത്തെ ഒഴിവാക്കുക. 1.44 കോടി ഗുണഭോക്താക്കളിൽ 96.48% മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട്. കിടപ്പ് രോഗികൾ, ഗുരുതര രോഗബാധിതർ തുടങ്ങി മസ്റ്ററിംഗ് നടത്താൻ സാധിക്കാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാങ്കേതിക നടപടികൾക്ക് നേതൃത്വം നൽകുന്ന നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ ഹൈദരാബാദിന് സർക്കാർ പ്രത്യേക കത്ത് നൽകും. ഏകദേശം 9 ലക്ഷം പേർ ഇങ്ങനെയുണ്ടെന്നാണ് കണക്ക്. പലയിടങ്ങളിലും ആളുകൾ എത്താത്തതും ഈ പോസ്റ്റ് മെഷീൻ പണിമുടക്കിയതും മസ്റ്ററിംഗ് താമസിക്കാൻ കാരണമായി. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, കൈവിരലിന്റെ തൊലിപ്പുറത്ത് അസുഖം ബാധിച്ചവർ, കൈവിരൽ പതിയാത്ത മുതിർന്ന പൗരന്മാർ, സിമെന്റിന്റെ കെമിക്കൽ കശുവണ്ടി ജോലിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പ് രോഗികൾ എന്നിവരുടെ ഈ പോസ്റ്റ് മെഷീനിലൂടെയുള്ള ബയോമെട്രിക് സംവിധാനം പലയിടങ്ങളിലും പരാജയപ്പെട്ടതായാണ് അറിവ്. ഈ കാർഡിലെ ആരെങ്കിലും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ റേഷൻ റദ്ദാകില്ല. മസ്റ്ററിംഗ് നടത്തിയവർക്ക് മാത്രമേ റേഷൻ ലഭിക്കുകയുള്ളൂ. നടത്താത്തവരെ തൽക്കാലം ഒഴിവാക്കി NRI അഥവാ നോൺ കേരള റെസിഡന്റ് സ്റ്റാറ്റസ് നൽകും. സമയം നീട്ടിയാൽ മാത്രമേ പരമാവധി ആളുകളെ മസ്റ്ററിംഗിന്റെ ഭാഗമാക്കാൻ കഴിയുള്ളൂ എന്ന വിഷയത്തിലാണ് ഇവർക്ക് മസ്റ്ററിംഗ് ചെയ്യുവാൻ 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെ നിങ്ങൾ റേഷൻ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആരൊക്കെ റേഷൻ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി എങ്ങനെ അറിയാം? അത് കൃത്യമായിട്ടും കുറച്ച് സ്റ്റെപ്പിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫോൺ എടുത്തു. ഈ ഫോണിൽ ഇപ്പോൾ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ആദ്യം നിങ്ങളുടെ ഈ സെർച്ച് ബാറിൽ, ഈ ഫോണിലെ സെർച്ച് ബാറിൽ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ബാറിലോ നിങ്ങൾക്കിത് ഈ വെബ്സൈറ്റ് എൻട്രി ചെയ്യാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കേരള PDS എന്ന് എൻട്രി ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ഈ ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ PDS കേരള എന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ ആ വെബ്സൈറ്റിൻ്റെ പേജിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇവിടെ കുറച്ച് സൂം ചെയ്യുക. സൂം ചെയ്ത് നമുക്ക് ഈ വശത്തായിട്ട് നമുക്ക് കാണാം ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഞാനവിടെ ആ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ അവിടെ വന്നു. അവിടെ നമുക്കിവിടെ ഈ മാസം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇയർ അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകം കാണാം. ഇവിടെ RC നമ്പർ എന്ന് ചോദിച്ചെടുത്ത് നിങ്ങൾ റേഷൻ കാർഡ് നമ്പർ കൃത്യമായി എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ റേഷൻ കാർഡ് നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുകയാണ്. റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സമർപ്പിക്കുക എന്ന് വന്നിരിക്കുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ റേഷൻ കാർഡിലെ വിശദ വിവരങ്ങൾ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ പേര്, അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാവേ, അവരുടെ ആധാർ CD ചെയ്തിട്ടുണ്ടോ എന്ന് ആധാർ എഴുതിയതിൻ്റെ നേരെ താഴെ CD ചെയ്തിട്ടുണ്ടെന്ന് പ്രത്യേകം കാണിച്ചിരിക്കുന്നു. അതുപോലെ EKYC എന്ന് കാണുന്ന ഭാഗത്ത്
നിങ്ങൾ നോക്കുക, ചെയ്തു കഴിഞ്ഞു എന്ന് എല്ലാവർക്കും കാണാം. അപ്പം ഈ റേഷൻ കാർഡിലുള്ള ആള് ഈ കുടുംബത്തിലെ എല്ലാവരും ആധാർ EKYC അല്ലെങ്കിൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വിവരം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇവിടെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ EKYC ചെയ്തിട്ടില്ല എന്ന് വിശദമായിട്ട് കാണും. അവര് കൃത്യമായിട്ടും മസ്റ്ററിംഗ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് തന്നെ സാധിച്ചു. ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് ഇങ്ങനെ അറിയാൻ സാധിക്കും. ഇത് ഫോളോ ചെയ്ത് നോക്കുക. അതിനുശേഷം മസ്റ്ററിങ്ങിനുള്ള ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.